പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സേനാപതിയായി ഭരതൻ തന്നെ വൻപടയെ നയിച്ച് ബ്രഹ്മർഷി ഒന്നിച്ച് വരുന്നതറിഞ്ഞ കേകേയ രാജ യുധാജിത്ത് ഏറ്റവും പ്രീതനായി അനേകം പരിവാരങ്ങളോടും സൈന്യങ്ങളോടും കൂടി ഭാഗിനേയനെ സഹായിക്കുവാൻ തയ്യാറായി ചെന്നു. അതുല്യ പരാക്രമികളായ ഭരതനും യുധാജിത്തും ഗന്ധർവ നഗരത്തിലെത്തി. സേനാസമേതം ഭരതൻ വന്നതറിഞ്ഞ ഗന്ധർവന്മാർ ആയുധങ്ങളെല്ലാം അണിഞ്ഞ് പോരിനൊരുങ്ങി. രോമാഞ്ചജനകമായ ഘോരയുദ്ധമാണ് 7 ദിവസം തുടർന്ന് നടന്നത്. ഇരുഭാഗത്തും തുല്യനിലയിൽ പൊരുതി. വാള്, വില്ല്, വേല് തുടങ്ങിയ മുതലകളോട് കൂടിയ ചെഞ്ചോരയാറുകൾ പല വഴിക്ക് ഒഴുകി. മനുഷ്യരക്തം ഇങ്ങനെ പ്രവഹിക്കുന്നത് കണ്ടപ്പോൾ ശ്രീരാമാനുജന്റെ കടക്കണ്ണ് ചുവന്നു. ആളിക്കത്തുന്ന കോപത്തോടെ സംവർത്തം എന്ന കാലാസ്ത്രം എടുത്ത് അഗ്രജനെ സ്മരിച്ച് ഗന്ധർവ പങ്ക്തിയിലേക്ക് വിട്ടു. സംവർത്ത കാലപാശത്താൽ കെട്ടപ്പെട്ട് ശരീരം മുഴുവൻ പിളർന്ന ഗന്ധർവന്മാർ 3 കോടിയും നൊടിക്കുള്ളിൽ ഹതരായി. അതിശക്തന്മാരായ ആ വമ്പന്മാരെ കണ്ണിമയ്ക്കുന്നതിനു മുമ്പ് നിഗ്രഹിച്ചത് വിണ്ണോർക്ക് കൂടി മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു അത്ഭുതമായിരുന്നു. ശത്രുക്കളെ ഒന്നൊഴിയാതെ നിഗ്രഹിച്ച ഭരതൻ വേഗത്തിൽ 2 നഗരികൾ സ്ഥാപിച്ചു. തക്ഷന് തക്ഷശിലയും പുഷ്കലന് പുഷ്കലവധവും നൽകി. ഗന്ധർവദേശത്തും ഗാന്ധാര നാട്ടിലും ഭരതൻ വസിച്ചു. 2 രാജ്യങ്ങളും അടിക്കടി അഭിവൃദ്ധിപ്പെട്ടു. രമ്യങ്ങളായ കാനനങ്ങൾ തെളിഞ്ഞു. ധനരത്നഗണങ്ങൾ തിങ്ങി. ഗുണസമൂഹങ്ങളാകട്ടെ അന്യോന്യം മത്സരിച്ചു തുടങ്ങി. 2 രാജ്യങ്ങളിലും നടക്കുന്ന വ്യാപാരത്തിൽ അല്പമെങ്കിലും വ്യാജം കാണുന്നതല്ല. രാജവീഥികൾ, ആരാമങ്ങൾ എന്നിവ നിറഞ്ഞ് ആഭരണങ്ങൾ വേർതിരിച്ചവയാണ് 2 നാടുകളും. മനോഹരവും ധനസമൃദ്ധവുമാണ് രണ്ടും. 7 നില മാളികകളോട് കൂടിയ മന്ദിരങ്ങൾ, ശോഭയാർന്ന ദേവാലയ സമൂഹങ്ങൾ എന്നിവ ആ രാജ്യങ്ങളിൽ എവിടെയും കാണാം. പന, പച്ചില വൃക്ഷം, മയിലെള്ള്, ഇലഞ്ഞി എന്നിവ അതിർത്തികളിൽ ഉയർന്നു. 5 സംവത്സരം കൊണ്ട് ഇതെല്ലാം ഉറപ്പിച്ച മഹാഭുജൻ ഭരതൻ അയോധ്യയിൽ മടങ്ങിയെത്തി. ധർമ്മം തന്നെ രൂപമെടുത്ത ഉദാരനായ അഗ്രജനെ, ശ്രീരാമദേവനെ, പുരന്ധരൻ ബ്രഹ്മാവിനെ എന്ന പോലെ വന്ദിച്ചു. നടന്ന വർത്തമാനങ്ങളെല്ലാം അതേപോലെ ഉണർത്തിച്ചു. നാടുറപ്പിച്ചത് കേട്ട രഘുവരൻ സന്തുഷ്ടനായി. ഭരതകുമാരന്മാരുടെ രാജ്യപ്രാപ്തിയും സമ്പൽ സമൃദ്ധിയും കേട്ട് അനുജന്മാരോടുകൂടി മോദമാർന്നിരിക്കുന്ന ധർമ്മസ്വരൂപി ഒരു ദിവസം അവരെ അത്ഭുതപ്പെടുത്തക്ക വിധത്തിൽ, കുമാരലക്ഷ്മണ, നിന്റെ ഈ ഉണ്ണികൾ അംഗദനും ചന്ദ്രകേതുവും ധർമ്മവിജ്ഞാനശാലികളും പരാക്രമികളുമാണ്. രാജ്യം ഭരിക്കുവാൻ സമർത്ഥരായ ഇവരെ ഞാൻ രാജാക്കന്മാരാക്കുകയാണ്. വേണ്ടതുപോലെ ആലോചിക്കണം. വില്ലാളി വീരന്മാരായ ഇവർക്ക് ആനന്ദമേകുന്നതും വിസ്തൃതവുമായ രമ്യദേശം വേണം. രാജാക്കന്മാർക്ക് അസുഖമോ ആശ്രമങ്ങൾക്ക് നാശമോ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തെറ്റു ചെയ്തവരായി വരരുത്. അഗ്രജവാക്കുകൾ കേട്ടപ്പോൾ ഭരതൻ പെട്ടെന്ന് മറുപടി കൊടുത്തു. കാരുപദമെന്ന ഈ പ്രദേശം രമണീയവും നിരാമയവുമാണ്. അവിടെ മഹാനായ അംഗദന് ഉടനെ ഒരു നഗരി തീർപ്പിക്കാം. യാതൊരുവിധ ആപത്തുകളും ഇല്ലാത്ത ചന്ദ്രകാന്തം എന്ന രാജ്യം ചന്ദ്രകേതുവിനും. യുവരാജ ഭരതന്റെ വാക്കുകൾ രഘുവീരൻ അങ്ങനെ തന്നെ സ്വീകരിച്ചു. കാരുപദം എന്ന നാട് കീഴടക്കി. അംഗദീയം എന്ന പുരി ലക്ഷ്മണന്റെ പുത്രനായ അംഗദന് നിർമ്മിച്ചു. മനോഹരവും കാവലുള്ളതുമായ ആ രാജ്യത്തിലെ അരജനായി അംഗദകുമാരനെ വാഴിച്ചു. അക്ലിഷ്ടകർമാവായ സത്യസ്വരൂപി മഹാപരാക്രമിയായ ചന്ദ്രകേതുവിന് മല്ലഭൂമിയിൽ ചാന്ദ്രകാന്തം എന്ന പേരിൽ ദിവ്യമായൊരു നഗരം അമരാവതി പോലെ തീർപ്പിച്ചു. ശ്രീരാമ ഭരത ലക്ഷ്മണന്മാർ കുമാരന്മാർക്ക് സിംഹാസനാരോഹണം നടത്തി. യുദ്ധത്തിൽ ദുർജയന്മാരായ ദശരഥനന്ദനന്മാർ അയോധ്യ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അംഗദനെയും വടക്കോട്ട് ചന്ദ്രകേതുവിനെയും യാത്ര പുറപ്പെടുവിച്ചു. അംഗദന് അനുയാത്രയായി ലക്ഷ്മണൻ പോയി. ചന്ദ്രകേതുവിന്റെ ഒന്നിച്ച് വലിയച്ഛനായ ഭരതനും. അംഗദ രാജ്യത്തിൽ 1 വർഷം ലക്ഷ്മണൻ വസിച്ചു. പുത്രൻ ദുരാദർശനായെന്ന് ബോധ്യം വന്നു. അഗ്രജ സമീപത്തിലേക്ക് അയോധ്യയിലെ അരമനയിലേക്ക് സൗമിത്രി എത്തിച്ചേർന്നു. 1 സംവത്സരത്തിൽ അധികം കാലം ഭരതൻ ചന്ദ്രകേതു ഒന്നിച്ചു വാണു. രാജ്യകാര്യങ്ങളെല്ലാം ധാർമ്മികമായി നിയമപ്പെടുത്തി. ശ്രീരാമപാദ സന്നിധിയിലേക്ക് വന്നു ചേർന്നു. ഭരതലക്ഷ്മണന്മാർക്ക് അഗ്രജ സഹവാസം കൊണ്ട് കാലം പോകുന്നതേ അറിയുന്നില്ല. അതിധാർമ്മികരായ സഹോദരന്മാർ സ്നേഹസമ്പന്നരായി വസിക്കെ 10,000 ആണ്ടുകൾ ഓടിമറഞ്ഞു. ധർമ്മത്തിലും പൗരകാര്യങ്ങളിലും ഒരൊറ്റ ദിവസമെങ്കിലും ന്യൂനത പറ്റാതെയാണ് ആ സഹോദരന്മാർ രാജ്യരക്ഷ ചെയ്തിരുന്നത്. മഹായജ്ഞത്തിലെ അഗ്നിത്രയങ്ങൾ പോലെ ഉജ്ജ്വല തേജസ്സാർന്ന ആ 3 പേർ ധർമ്മപുരമായി അയോധ്യയെ രൂപാന്തരപ്പെടുത്തി. കൃതാർത്ഥതയോടെ സമ്പൽ സമൃദ്ധമായ അരമനയിൽ സസുഖം വസിച്ചു. അങ്ങനെ ദിവസങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ധർമ്മത്തിൽ നിന്ന് അല്പവും തെറ്റുപറ്റാതെ ശ്രീരാമൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു ദിവസം ഒരു താമസിന്റെ വേഷത്തിൽ യമധർമ്മ രാജാവ് അയോധ്യയിലെത്തി. ധീരനും പുകഴാർന്നവനുമായ ലക്ഷ്മണനാണ് ഗോപുരദ്വാരത്തിൽ ആ സമയത്തിൽ നിൽക്കുന്നത്. ഗൗരവമുള്ള ചില കാര്യങ്ങൾ മഹാരാജാവിനെ അറിയിക്കുവാൻ ഓജസ്സും പ്രാബല്യവുമുള്ളൊരു മഹർഷിയുടെ ദൂതൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കൂ. മഹാശക്തനായ ലക്ഷ്മണ, രാമനെ കണ്ട് അടിയന്തരമായി വർത്തമാനങ്ങൾ അറിയിക്കുവാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വിനയാവനമ്രനായ ലക്ഷ്മണൻ വേഗത്തിൽ അഗ്രജ സമീപത്തിലെത്തി വിവരം അറിയിച്ചു. തേജസ്വിയായ ജ്യേഷ്ഠ, രാജധർമ്മത്താൽ 3 ലോകങ്ങളിലും അവിടുന്ന് വിജയിക്കട്ടെ. അർക്കതുല്യനായൊരു താപസദൂതൻ അവിടുത്തെ തൃക്കൺ പാർക്കുവാൻ വന്നിട്ടുണ്ട്. ഉണ്ണി, ഉജ്ജ്വലകാന്തി എഴുന്ന മുനീന്ദ്രദൂതനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരൂ. ശ്രീരാമദേവന്റെ ആജ്ഞ സ്വീകരിച്ച സൗമിത്രി രശ്മിജാലങ്ങളാൽ ചുട്ടിരിക്കുന്ന തേജസ്സിനാൽ ചുറ്റും പ്രഭ പരത്തുന്ന ആ യതിവരനെ ജ്യേഷ്ഠ സന്നിധിയിൽ എത്തിച്ചു. കാകുൽസ്ഥ കുലജാതനായ രാമ, വർദ്ധിപ്പൂതാക, വിജയിപ്പൂതാക. മുനീശ്വരൻ മധുരമായി ആശീർവദിച്ചു. ജ്വാലാപരിവേഷത്താൽ ആവൃതനായ ദശരഥ മഹാരാജ, തനൂജൻ, അർഘ്യം, ഭാദ്യം തുടങ്ങിയവയെ കൊണ്ട് യഥാവിധി തപോനിധിയെ പൂജിച്ച് കുശല പ്രശ്നങ്ങൾ ചെയ്തു. പുകഴാർന്ന മഹർഷി സ്വരൂപി ദിവ്യ സ്വർണാസനത്തിൽ ഇരുന്നു. മാമുനീന്ദ്ര, അവിടത്തേക്ക് സ്വാഗതം. ദൂതനായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്തൊരു സന്ദേശമാണ് എന്നെ അറിയിക്കുവാനുള്ളത്? പറഞ്ഞാലും. രാജസിംഹന്റെ ചോദ്യം കേട്ട യതിവരൻ, സന്ദേശം അറിയുവാൻ അങ്ങേക്ക് തൃപ്തിയും സന്തോഷവും ഉണ്ടെങ്കിൽ സ്വകാര്യമായി പറയാം. നാം രഹസ്യ സംഭാഷണം ചെയ്യുന്ന സ്ഥലത്തേക്ക് യാതൊരാളും വരുവാൻ പാടില്ല. ആരു തന്നെ ആയാലും കേൾക്കുകയോ കാണുകയോ ചെയ്താൽ അവനെ നിഗ്രഹിക്കണം എന്നാണ് ഋഷീന്ദ്ര നിർദ്ദേശം. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ വിവരങ്ങൾ വിശദമായി പറയാം. അങ്ങനെയാകാം. ശ്രീരാമചന്ദ്രൻ സമ്മതിച്ച് തുടർന്ന് ലക്ഷ്മണനോട്, മഹാശക്തനായ കുമാര, നീ തന്നെ വാതിൽക്കൽ നിൽക്കണം. കാവൽക്കാരെ പറഞ്ഞയക്കൂ. രഹസ്യമായി ഋഷിവര്യനും ഞാനും കൂടി സംഭാഷണത്തിന് തുടങ്ങുകയാണ്. ആരു തന്നെ ആയാലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ വധ്യനായിത്തീരും. സൗമിത്രിയെ വാതിൽക്കൽ കാവലിന് നിർത്തിയ രഘുവരൻ, മുനിസത്തമ, എല്ലാം വിവരമായി പറയൂ. അവിടുന്ന് എന്തു പറയുവാനാണ് വന്നിട്ടുള്ളത്? ആരാണ് അയച്ചത്? എല്ലാം സംശയിക്കാതെ പറഞ്ഞുകൊള്ളൂ. കേൾക്കുവാൻ എനിക്കും ആഗ്രഹമുണ്ട്. ശേഷം ചെല്ലുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.